ഹായ് ഗൈസ്, എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചില്ലേ? നമ്മളുടെ വിഷുവിൻ്റെ ആഘോഷങ്ങൾ കണ്ടാലോ? അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളുടെ ഗ്യാസ് തീർന്ന കാരണം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ സദ്യക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ വശം തന്നെ അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം തീ കത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു, അതേപോലെ തന്നെ കൂട്ടുകറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്ക പറഞ്ഞിരുന്നു പുറത്തുനിന്ന് സദ്യ ഏൽപ്പിക്കാമെന്ന്. പക്ഷേ എല്ലാ കൊല്ലവും ചെറുപ്പം മുതലേ ഞങ്ങൾ വീട്ടിലാണ് സദ്യ ഉണ്ടാക്കി കഴിക്കാറ്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഗ്യാസിൻ്റെ ഒരു കുറവുകൊണ്ട് അത് ഉണ്ടാക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ മത്തങ്ങയും പയറും എരിശ്ശേരി വെക്കുന്നതും അവിയൽ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ചിരവലൊക്കെ ഞാൻ മുൻകൂട്ടിയിട്ട് തന്നെ കഴിച്ച് തലേദിവസം രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഒറ്റക്കായ കാരണം ഞാൻ മിക്ക പണികളും രാത്രി തന്നെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി വെച്ചു. എല്ലാ സംഭവങ്ങൾക്കുള്ള കടുക് വറുത്തത് ഞാൻ ലാസ്റ്റാണ് കേട്ടോ. എല്ലാത്തേക്കും ഒരുമിച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇഞ്ചും പുളി ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ വിഷുക്കട്ട, പായസം, ഉപ്പേരി, മീൻ പൊരിച്ചത്, അതേപോലെ കൂന്തൽ ഫ്രൈ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 10 ദിവസത്തിലേറെ ആയിട്ട് നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ട്. പിന്നെ അടുപ്പത്ത് വെച്ച് തയക്കല്ലാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് കൈ നല്ലോണം പൊള്ളുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.